അപ്പു ആണെങ്കിൽ അജു എന്നൊരാൾ കൂടെ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ നച്ചുവിനോട് മാത്രം സംസാരിച്ചു. ഓ, ഇവൾക്കപ്പൊ എന്നോട് ദേഷ്യമാണോ? എന്നെ പറഞ്ഞൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തോ തിരിച്ചു പറഞ്ഞപ്പോ ദേഷ്യം. നീ എന്താ അജു ഈ ചിന്തിക്കുന്നത്? അല്ല നച്ചു, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒരാൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പറയാലോ, അല്ലേ? അതൊക്കെ പറയാം എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയല്ലേ അപ്പു? നമ്മളായിട്ട് അവരോട് അങ്ങനെ പോയി പറഞ്ഞതല്ലല്ലോ. അത് പിന്നെ ചേച്ചി, എനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. നിങ്ങൾ നടന്നിട്ടൊക്കെ വാ, ഞാൻ പോട്ടെ. എന്തിനാ അജു നീ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞേ? അപ്പൊ ഒരു വിഷമമായെന്ന് തോന്നുന്നു. അവൾക്ക് മാത്രമേ ഉള്ളൂ വിഷമം. ഇത്രയും ടൈമായിട്ട് അവൾ എന്നെ നോക്കിയത് പോലും ഇല്ല. ഡാ, നിനക്കിതെന്താ? അവൾ എന്നെ മാത്രം അവോയ്ഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ പോലെ. നീ ഒരു കാര്യം ചെയ്, അവളോടൊന്ന് സംസാരിക്കേ. ഇപ്പോഴത്തെ ഈ ദേഷ്യമൊക്കെ മാറിയിട്ട് അവളൊന്ന് ഓക്കെ ആവട്ടെ. എന്നിട്ട് നമുക്ക് നിന്റെ ഈ സംതിങ് ഉള്ളത് റിയൽ ആക്കണമെന്ന് ഉറപ്പിക്കാം. ചേച്ചി പറഞ്ഞത് ശരിയല്ലേ? ഞാനാണ് ആദ്യം എന്തൊക്കെയോ മോശമായിട്ട് സംസാരിച്ചത്. ശോ, അപ്പൊ അയാളുടെ മുന്നിൽ ജയിക്കാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി സോറി പറഞ്ഞ വീണ്ടും നാണം കിടും. ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അവരൊക്കെ കുറച്ചുനാൾ കഴിഞ്ഞ ശിവേട്ടൻ പറഞ്ഞതുപോലെ പോവുമല്ലോ. റൂമിൽ കയറി ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് അച്ചു തള്ളിക്കയറി അവളെ ഡോറിനോട് ചേർത്ത് നിർത്തി. ഡോർ ലോക്ക് ചെയ്തു. തനിക്ക് എന്താടോ മനുഷ്യനെ പേടിപ്പിച്ചു? അതിന് നിനക്ക് പേടിയൊക്കെ ഉണ്ടോ? അത് ചോദിക്കാനാണോ ഇയാളിപ്പോ ഇങ്ങോട്ട് വന്നത്? അതെ, എനിക്കും നച്ചുവിനും ഒരേ ഏജാണ്. പിന്നെ നീ എന്തിനാ അവളെ ചേച്ചിയൊന്നും എന്നെ അയാൾ എന്നൊക്കെ വിളിക്കുന്നത്? ഇത് കൊള്ളാലോ. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ വിളിക്കും. അത് തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ താൻ കേൾക്കണ്ട. ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ പ്രോബ്ലം. എന്താ പറഞ്ഞത്? നീ ഇങ്ങോട്ട് കയറുമ്പോ പറഞ്ഞില്ലേ നിന്റെ ശിവേട്ടൻ പറഞ്ഞു ഞങ്ങളൊക്കെ കുറച്ചു നാൾ കഴിയുമ്പോ പോവുമെന്ന്. പക്ഷെ പോകുമ്പോ ഇവരുടെയൊക്കെ അപ്പൂനെ കൂടെ കൂട്ടിയാലോ എന്ന് എനിക്കൊരു തോന്നൽ. ആ തോന്നലും കൊണ്ട് താൻ ഇരിക്കത്തേ ഉള്ളൂ. ഇവിടെ തന്നെ ഇയാളെ സഹിക്കാൻ വയ്യ, അപ്പോഴാ ഇനി അങ്ങോട്ട് വന്നിട്ട്. ഓഹ്, ഈ ഇഡിയറ്റ്, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. നീ, ഞാൻ പറയുന്നത് ശരിക്കും കേട്ടോ. ജസ്റ്റ് ടെൽ മീ ഓൺസ് ഐ ലവ് യു ആൻഡ് ലെറ്റ് മീ ടേക്ക് യു വിത്ത് മീ വെൻ വി ഗോ ബാക്ക്. അപ്പൊ ഷോക്ക് അടിച്ചതുപോലെ നിൽപ്പായിരുന്നു കുറച്ചു സമയം. ഓ ഗോഡ്, ഇവൾക്കിത് എന്ത് പറ്റി? നച്ചു പറഞ്ഞ പോലെ കുറച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോ ഡേ, പിടിച്ചൊന്ന് കുലുക്കി. എന്താടോ? ഡേ, നിന്നോട് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അത്രയ്ക്കൊക്കെ ഇംഗ്ലീഷ് എനിക്കും അറിയാം. നിനക്ക് ഇംഗ്ലീഷ് അറിയോ എന്നല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് എല്ലാരും വിട്ട് എവിടെയും വരാനൊന്നും പറ്റില്ല. അപ്പൊ എന്നോട് ഇഷ്ടമുണ്ട്, ഇവിടെ വിട്ട് വരാനാണ് പ്രോബ്ലം, അല്ലേ? ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. എങ്ങനെ പറഞ്ഞാലും എനിക്ക് മനസ്സിലായി. തന്റെ മുന്നിൽ ഡോറിനോട് ചേർന്ന് നിൽക്കുന്ന അപ്പുവിന്റെ മുഖത്തേക്ക് അജു ഒന്ന് നോക്കി. തന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കാനുള്ള ഹൈറ്റ് മാത്രമേ ഉള്ളൂ. പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു മുഖത്തൊക്കെ ചെറുതായി വിയർത്തിട്ടുണ്ട്. കുറച്ചുകൂടി അവളോട് ചേർന്ന് നിന്ന് രണ്ട് സൈഡിലുള്ള കൈയെടുത്ത് അവളെ മെല്ലെ ചേർത്ത് പിടിച്ചു. എന്താണ് ഇപ്പൊ ഒന്നും പറയാനില്ലേ? എന്നെ വിട്ടേ. വിടാലോ. അതിനു മുമ്പ് എനിക്ക് ഞാൻ പറഞ്ഞതിന് ക്ലിയർ ആയ ഒരു ഉത്തരം വേണം. ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയല്ല, ടെൽ മീ ലൈക്ക് മീ. അപ്പു ഒന്നും പറയാതെ തല ഉയർത്തി അജുവിനെ ഒന്ന് നോക്കിയത് പോലും ഇല്ല. അജു അപ്പുവിന്റെ മുഖം മെല്ലെ ഉയർത്തി. ലെറ്റ് മീ കിസ് യു. എന്താ? നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉറപ്പായും കിസ് ചെയ്യും. വേണ്ട എങ്കിൽ പറ. എനിക്ക് നച്ചു ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്, അതെനിക്കറിയാം. പിന്നെ ചേച്ചിയുടെ ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരാളായി ഇരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ അജുവേട്ടനെ പറ്റി ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. സോ കുറച്ച് സമയം വേണം എനിക്ക്. സമയം തന്നാൽ ഞാൻ നന്നായി ആലോചിച്ച് പറയാം. എന്നാലേ ആലോചിക്കുമ്പോ ഇതുകൂടി ആലോചിക്കും. ജസ്റ്റ് ഒന്ന് ചുണ്ടി ശക്തിയായി കിസ് ചെയ്ത് സ്പീഡിൽ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി അവൻ. അപ്പോ ആകെ ഷോക്ക് അടിച്ചതുപോലെ കുറച്ച് സമയത്തേക്ക് അവിടെ നിന്ന് അനങ്ങിയില്ല. പിന്നെ പെട്ടെന്ന് ഡോർ അടിച്ച് ബെഡിൽ വന്നിരുന്നു. എന്താ തോന്നുന്നതെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥ. അജുവേട്ടനെ ഇഷ്ടമായിരുന്നു തനിക്കെന്ന് തിരിച്ചറിയാൻ ഇത് മാത്രം മതി. കിസ് ചെയ്തപ്പോൾ തള്ളിമാറ്റാൻ തോന്നിയില്ല. കുറച്ചുകൂടി ചേർത്ത് നിർത്താൻ മാത്രമേ മനസ്സ് പറഞ്ഞുള്ളൂ. നച്ചു ചേച്ചിയെ ഒരുപാട് സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നും ആദ്യം അജുവേട്ടനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അവരുടെ ഇടയിൽ കയറാതെ അവരുടെ കൂടെ അവരിൽ ഒരാളായി നിൽക്കാനാണ് തനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പെട്ടെന്നുള്ള തോന്നലിൽ കിസ് ചെയ്തെങ്കിലും പിന്നെ അജുവിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. താൻ പുറത്തൊക്കെ ആയതുകൊണ്ട് അവൾക്ക് ഞാൻ ടൈം പാസ് ആണെന്ന് തോന്നുമോ? കിസ് ചെയ്തതിന്റെ പേര് ഇനി തന്നോട് ദേഷ്യം വല്ലതും തോന്നുമോ? എല്ലാം കൂടി ആലോചിച്ച് വന്നപ്പോഴാണ് നച്ചു തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടത്. എന്താടാ നിനക്കൊരു ടെൻഷൻ പോലെ? എല്ലാം കയ്യിന്ന് പോയി. നീ അവളെ വീണ്ടും എന്തെങ്കിലും പറഞ്ഞോ? അതായിരുന്നെങ്കിൽ ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ നീ എന്താ ചെയ്തേ? ഞാൻ അവളെ കിസ് ചെയ്തു. എന്ത്? നീ എന്ത് പറഞ്ഞു അവളുടെ അടുത്തേക്ക് പോയത്? അത് പിന്നെ ഞാൻ അവളോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അവൾ എന്നെ പറ്റി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, സമയം വേണമെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് എന്തോ പറ്റിപ്പോയി. ഇനി അവക്ക് എന്നോട് ദേഷ്യമായിട്ടുണ്ടാവോ? എന്നോടാണോ ചോദിക്കുന്നത്? ഇനി കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ടെന്തിനാ? തിരുമേനിയൊന്നും പറഞ്ഞില്ല. ഞാനെല്ലാം ശിവയോട് പറഞ്ഞ അവന് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടില്ലേ? പക്ഷെ ശിവയെല്ലാം അറിഞ്ഞു കഴിഞ്ഞ് നക്ഷത്രയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൻ അവളോട് ചെയ്തതിന്റെ കുറ്റബോധം കൊണ്ട് തോന്നുന്ന ഇഷ്ടമാണെന്ന് അവൾക്ക് തോന്നും.
ഇപ്പൊ ആകെ ചെയ്യാനുള്ളത് ശിവ അവളോട് അങ്ങനെ ചെയ്യാനുണ്ടായ സാഹചര്യമൊക്കെ അവളോട് പറയുക എന്നുള്ളതാണ്. അവൻ അറിയാതെ പറ്റിയ തെറ്റാണെന്ന് അറിയുമ്പോൾ അവനോട് ഇപ്പോൾ ഉള്ള വെറുപ്പെങ്കിലും മാറും എന്ന് പ്രതീക്ഷിക്കാം. ഹായ് അജു, നക്ഷത്ര എവിടെ? എനിക്ക് നിങ്ങൾ രണ്ടാളോടും കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അവളിപ്പോ വരും. നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? അച്ചു ഇവിടെ വന്നിരിക്കും, ഞങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്താണ്. അജയന് നമ്മളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശിവയുടെ കൂടെ കുറെ വർഷങ്ങളായി. ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആരുമില്ല. നിങ്ങൾ അന്ന് ബാംഗ്ലൂർ വന്നപ്പോൾ ശിവയുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. മതി, ഇനി ഒന്നും പറയണ്ട. നച്ചു, അജയൻ പറയട്ടെ. ഇനി എന്താ നിനക്ക് അറിയേണ്ടത് അജു? അന്ന് അയാൾ എന്നോട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇയാളും ഫ്രണ്ട്സും ഒക്കെ പുറത്തുണ്ടായിരുന്നു. ഞാൻ അയാളുടെ കൈ കിടന്ന് അലറിക്കരഞ്ഞതൊക്കെ ഇയാൾ കേട്ടിട്ടുണ്ടാകും. ഇവര് വിചാരിച്ചിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കാമായിരുന്നു അല്ലേ? എന്നിട്ട് ചെയ്തോ? സ്വന്തം ഫ്രണ്ട് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ റൂമിന് പുറത്ത് കാവൽ നിന്നിട്ട് ഇപ്പൊ എല്ലാം ഏറ്റുപറയാൻ തനിക്ക് നാണാകുന്നില്ലേ? ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ സമ്മതിക്കുന്നു. അന്നവൻ തന്റെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തപ്പോൾ ഞാൻ ഹോട്ടൽ സ്റ്റാഫിനെ വിളിച്ചിരുന്നെങ്കിൽ തന്നെ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷെ അവന്റെ കാര്യം മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അറിയാതെ ചെയ്യുന്ന തെറ്റിന് അവനെ എല്ലാവരുടെ മുമ്പിൽ ഒരു കുറ്റവാളിയായി നിർത്താൻ തോന്നിയില്ല. അജയ് എന്താ ഉദ്ദേശിച്ചത്? അന്ന് ഫ്രണ്ട്സുമായി നക്ഷത്രയുടെ കാര്യം പറഞ്ഞ് തർക്കിച്ചതും അവരവന് ഡ്രഗ് മിക്സ് ചെയ്ത് മദ്യം കൊടുത്തതും എല്ലാം വിശദീകരിച്ചു പറഞ്ഞു. ഞാൻ എല്ലാവരെയും അറിയിച്ച് തന്നെ രക്ഷിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ശിവയെ ജീവിതകാലം മൊത്തം ആളുകൾ വെറുക്കുന്ന ഒരു അവസ്ഥയിലാകുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാനന്ന്. കുറച്ച് കഴിയുമ്പോൾ അവന്റെ ബോധം പോകുന്ന അവമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചും പോയി. പിന്നീട് ഡോക്ടർ പറഞ്ഞ് ശിവ അറിഞ്ഞപ്പോഴാണ് അതെന്ത് ഡ്രഗാണെന്ന് ഞാനും അറിയുന്നത്. എന്റെ തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കരുതും പോലെ ശിവ ഒരു വൃത്തികെട്ടവനൊന്നുമല്ല. എല്ലാം അറിഞ്ഞപ്പോൾ ശിവ ആ പെൺകുട്ടിയെ കുറെ അന്വേഷിച്ചു. അവളോടെല്ലാം പറഞ്ഞ് മാപ്പ് പറയണമെന്ന് പറഞ്ഞായിരുന്നു അത്. അവിടെ ഹോട്ടലിലൊക്കെ കുറെ ഞങ്ങൾ അന്വേഷിച്ചതാണ്. നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് പോലും കിട്ടിയില്ല. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനൊരു തെറ്റ് പറ്റിയത്. ജീവിതത്തിൽ ഇതുവരെ ഒരു പെണ്ണിനോട് പോലും അവൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് സംശയമില്ലേ എന്തുകൊണ്ടാണ് ഇവിടെ നക്ഷത്രയെ കണ്ടിട്ടും അവനൊരു പരിചയമില്ലാത്തതെന്ന്? അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ? അന്ന് നടന്ന സംഭവങ്ങളോ ആ പെൺകുട്ടിയോ ഒന്നും അവന്റെ മനസ്സിൽ ഒരു ഓർമ്മ പോലും ഇല്ല. ആ ഡ്രഗിന്റെ എഫക്റ്റ് ആണ്. ഞങ്ങൾ അവന് ബാത്റൂമിൽ വീണതുകൊണ്ടാണ് തലയ്ക്ക് മുറിവ് പറ്റിയതെന്ന് പറഞ്ഞപ്പോൾ അവനും അത് വിശ്വസിച്ചു. എത്രയൊക്കെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാലും ദൈവം എല്ലായ്പ്പോഴും ഒരു തെളിവ് ബാക്കി വെക്കും എന്ന് പറഞ്ഞതുപോലെ തന്റെ കാര്യം അവൻ അറിയാൻ ഡോക്ടർക്ക് തോന്നിയ ഒരു സംശയം കാരണം കഴിഞ്ഞു. അവന്റെ ബോഡിയിലുണ്ടായ നഖത്തിന്റെ പോറലുകൾ കണ്ട് ഡോക്ടർക്ക് സംശയം തോന്നി. ഞങ്ങളോട് ചോദിച്ചിട്ടും ഞങ്ങൾ സത്യം പറഞ്ഞില്ല. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് ഡ്രഗ്സിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഡോക്ടർ അവനോട് നേരിട്ട് പറഞ്ഞു. ആ കാര്യം അവൻ ഞങ്ങളോട് ചോദിച്ചപ്പോൾ വേറെ വഴിയില്ലാതെ എല്ലാം തുറന്നു പറയേണ്ടി വന്നു. അന്ന് തന്നെ അവൻ അവന്മാരോടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. അറിയാതെ സംഭവിച്ച തെറ്റായിട്ട് പോലും ഒരുപാട് കുറ്റബോധം ഉണ്ടാവനെ. ഒരിക്കലെങ്കിലും തന്നെ നേരിട്ട് കണ്ട് മാപ്പ് പറയണം എന്നാണ് ഇപ്പൊ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. താൻ അവനോട് ക്ഷമിക്കും എന്നാണ് അവന്റെ വിശ്വാസം. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ചെയ്ത തെറ്റിന് പകരമായി ഈ ജീവിതകാലം മൊത്തം തന്നെ സ്നേഹിച്ച് കൂടെ കൂട്ടണം എന്നാണ് ഇപ്പോ അവന്. തന്റെ അന്ന് മിസ്സായ മാല അവന്റെ കഴുത്തിലുണ്ട്. എപ്പോഴും താൻ കൂടെ ഉണ്ടെന്ന് തോന്നും അത് കഴുത്തിലുണ്ടാകുമ്പോൾ എന്നും പറഞ്ഞ് അത് അഴിച്ചു വെച്ചിട്ടില്ല. ഞാനിതൊക്കെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത് എല്ലാം ക്ഷമിക്കണമെന്ന് പറയാനോ അവനെ ഇഷ്ടപ്പെടാനെന്ന് പറയാനോ ഒന്നുമല്ല. അവന് ബോധം പോലും ഇല്ലാതെ സംഭവിച്ചു പോയ ഒരു കാര്യത്തിന്റെ പേരിൽ നക്ഷത്ര ഇനി അവനെ വെറുക്കരുത് എന്ന് കരുതിയാണ്. താൻ അവനോട് മാത്രമേ സംസാരിക്കാത്തുള്ളൂ എന്നാണ് അവൻ ഇന്നുകൂടി എന്നോട് പറഞ്ഞത്. തന്നെ കാണുമ്പോഴും അടുത്തു വരുമ്പോഴും അവന് മുമ്പ് പരിചയമുള്ളത് പോലെ ഒരുപാട് അടുപ്പമുള്ള ആളെ പോലെ തോന്നുമെന്നും പറഞ്ഞു. അതായിരിക്കും താൻ അവോയ്ഡ് ചെയ്യുമ്പോൾ അവന് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. ഇന്ന് ഒരുപാട് സങ്കടത്തോടെ ഇതൊക്കെ എന്നോട് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് തന്നെ എല്ലാം അറിയിച്ചത്. താനാണ് ആ പെൺകുട്ടിയെന്ന് അവൻ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അറിഞ്ഞ് അവൻ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവന്റെ പെരുമാറ്റം കൊണ്ട് ഇവിടെ ഉള്ളവർ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഞാൻ പറയാതെ തന്നെ അറിയാലോ പിന്നെ എന്ത് സംഭവിക്കുന്നു. ഞാൻ പോട്ടെ. ഐ എം സോറി നക്ഷത്ര, അന്ന് തന്നെ രക്ഷിക്കാൻ ശ്രമിക്കാതിരുന്നതിന്. അതിന് 2 കാരണങ്ങളുണ്ട് എനിക്ക്. എന്റെ ഫ്രണ്ടിനെയൊക്കെ വലുതായിരുന്നില്ല താൻ എനിക്ക്. പിന്നെ തന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവന്റെ ബോധം പോവും എന്നുള്ള അവരുടെ വാക്ക് ഞാൻ വിശ്വസിച്ചിരുന്നു. അജു, വൈ ഡോണ്ട് യു സേ എനിത്തിങ്? ഐ റിയലി ഡോണ്ട് നോ വാട്ട് ടു സേ. നമുക്ക് കിടക്കാൻ നച്ചു, നാളെ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞെങ്കിലും രണ്ടാൾക്കും ഉറക്കം വരുന്നില്ലായിരുന്നു. ശിവയോട് ആദ്യമുള്ള വെറുപ്പ് ഇപ്പൊ എല്ലാം കേട്ടപ്പോൾ ഇല്ലെന്ന് നച്ചുവിന് തോന്നി. പക്ഷെ എല്ലാം മറക്കാനും അവനോട് ക്ഷമിക്കാനും ഒക്കെ കുറച്ച് സമയം വേണം. എന്നാൽ അജയൻ അവസാനം പറഞ്ഞ ശിവയുടെ തന്നോടുള്ള ഇഷ്ടം അത് തനിക്ക് ഒന്നും തന്നെ തോന്നില്ല. അജു ആലോചിക്കുകയായിരുന്നു, ശിവയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കും. ഒരു തെറ്റും അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. തനിക്കിപ്പോ അവനോട് പഴയതുപോലെ വെറുപ്പോ ദേഷ്യമോ ഇല്ല. പക്ഷെ നച്ചു അനുഭവിച്ചത് മറക്കാനോ ക്ഷമിക്കാനോ തനിക്കോ അവൾക്കും കഴിയുമോ? അന്നത്തെ അവളുടെ അവസ്ഥ താൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ലൈഫിൽ ആദ്യമായിട്ടാണ് അവൾ അത്രയും വേദനിച്ച് കണ്ടിട്ടുള്ളത്. തങ്ങൾ എല്ലാവരും ഒരു ഇഞ്ച് പോലും വേദനിപ്പിക്കാതെ കൈവെള്ളയെ കൊണ്ട് നടക്കുന്നതാണ് അവളെ. ആ അവളെയാണ് അവൻ. എന്നാൽ ഇപ്പൊ ദേഷ്യം കാണിക്കാൻ പോലും ഇനി പറ്റുമെന്ന് തോന്നില്ല. രാവിലെ എഴുന്നേറ്റത് മുതൽ നച്ചു റൂമിൽ തന്നെ ഇരുന്നു. താഴേക്ക് പോയ ശിവയെ കാണേണ്ടി വരും.
ഇത്രയും ദിവസം ഉള്ള മുഴുവൻ വെറുപ്പായതുകൊണ്ട് അവനെ കണ്ടാ ഒന്ന് ചിരിക്കാറ് പോലുമില്ല. എന്നാൽ ഇനി അങ്ങനെ പെരുമാറാൻ തനിക്ക് പറ്റില്ലെന്ന് ഉറപ്പാണ്. എന്നാൽ മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ എല്ലാം മറന്നു എന്ന് കരുതി നല്ല രീതിയിൽ പെരുമാറാനും പറ്റില്ല. ഡി, നിനക്ക് രാവിലെ തന്നെ എന്തു പറ്റി? എനിക്കറിയില്ല അജു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് കരുതി ഇവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നീ വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാനില്ല, അവിടെ എല്ലാവരും ഉണ്ടാവില്ലേ? എത്ര നാളിങ്ങനെ ശിവയെ അവോയ്ഡ് ചെയ്യും? കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ, പിന്നെ ഓക്കെ ആയിക്കോളും. അവരൊക്കെ പോയിട്ട് നമുക്ക് കഴിക്കാം. എല്ലാവരും പോയി എന്ന് ഉറപ്പായപ്പോ രണ്ടാളും താഴേക്ക് വന്നു. നന്ദനും മുത്തശ്ശനും ഒക്കെ കുറെ ദിവസങ്ങളായി കാവുന്ന അകത്തറയൊക്കെ പണിക്കാരെ വെച്ച് വൃത്തിയാക്കുന്നതിന്റെ ഒക്കെ തിരക്കിലാണ്. പപ്പയെ ശരിക്കും കണ്ടിട്ട് തന്നെ കുറെ ദിവസമായി അല്ലേ അജു? ഇന്നത്തോടെ എല്ലാം പണിയും കഴിയും എന്നാ പറഞ്ഞത്. ഇനി ഒരു നല്ല ദിവസം നോക്കി വിളക്ക് വെച്ചാൽ മതി. അതുകൂടി കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം അല്ലേ? എന്തേ, നിനക്ക് മടുത്തോ നച്ചു? എന്തോ എനിക്ക് അവിടെയാണ് ഇഷ്ടം. നമ്മൾ പോയ പിന്നെ ഇപ്പോഴൊന്നും ഇനി ഒരു വരവും ഉണ്ടാവില്ല. അപ്പൂന്റെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താ? വിളക്ക് വെക്കാനുള്ള ദിവസം ആകുമ്പോഴേക്കും എന്തായാലും അച്ഛനും അമ്മയും വരും. അവരോട് എന്റെ ഇഷ്ടം പറയാം, എന്നിട്ട് ഇവിടെ ഉള്ളവരോടും പറയണം. എല്ലാവരും സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. എന്റെ കൂടെ നാട്ടിൽ വന്നതുകൊണ്ട് നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടി. ഞാൻ ഇപ്പോഴും സിംഗിളായി തന്നെ ഉണ്ട്. നിനക്കുള്ള ആൾ നിന്നെ തേടി വരുമെന്നല്ലേ തിരുമേനി പറഞ്ഞത്? ഇനി എപ്പോ വരാൻ? നമ്മൾ പോയി കഴിഞ്ഞിട്ടോ? എനിക്കിപ്പോഴും തോന്നുന്നത് ശിവ തന്നെയാണ് ലക്ഷ്മിയുടെ അനന്തനെന്നാണ്. ഇപ്പൊ അജയൻ പറഞ്ഞതുകൂടി കേട്ടപ്പോ കുറച്ചുകൂടി ഉറപ്പായി. നിനക്ക് ശിവയോട് ക്ഷമിക്കാൻ പറ്റുമോ നച്ചു? ഇത്രയും നാൾ ഒരിക്കൽ ക്ഷമിക്കാൻ പറ്റില്ലെന്നും വെറുപ്പ് ഈ ജീവിതത്തിൽ മാറില്ലെന്നുമാണ് ഞാൻ വിചാരിച്ചത്. ഇന്നലെ അജയൻ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാം മാറ്റം വന്നതുപോലെ. നിന്റെ തീരുമാനം എന്താണെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. എനിക്കറിയാലോ എന്റെ അജു എന്റെ കൂടെ നിൽക്കുമെന്ന്. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഫീസിൽ പോയ ശിവ പെട്ടെന്ന് തിരിച്ചു വന്നത്. അമ്മേ, എന്താ മോനെ നീ മടങ്ങി വന്നത്? ഒരു ഫയൽ എടുക്കാനുണ്ടായിരുന്നു. നിനക്കെന്നാ അജയനെ അയച്ചൂടെ? ഞാൻ എടുത്തു കൊടുക്കില്ലേ? നീ ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അമ്മ പറഞ്ഞതൊന്ന് ശിവ കേട്ടതേയില്ല. നച്ചുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടപ്പോൾ അജുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. അവളാണെങ്കിൽ ശിവയെ കണ്ടത് മുതൽ പാത്രത്തിൽ നിന്ന് മുഖം ഉയർത്തിയിട്ട് പോലുമില്ല. നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ ശിവ? എന്താമ്മേ? ഒന്നുമില്ല, നീ ഫയലെടുത്ത് പോവാൻ നോക്ക്. അമ്മ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോ ശിവ മെല്ലെ തന്നെ മുറിയിലേക്ക് പോയി. സ്റ്റെയറിന്റെ അവിടെ എത്തിയതും ഒന്ന് നിന്ന് നച്ചുവിനെ തിരിഞ്ഞു നോക്കി. അതേസമയം തന്നെ നച്ചു പാത്രത്തിൽ നിന്ന് തല ഉയർത്തി ശിവയെ നോക്കിയിരുന്നു. രണ്ടാളുടെയും കണ്ണുകൾ തമ്മിൽ ഒരു നിമിഷം ഇമ ചിമ്മാതെ നോക്കി. നച്ചു ചെറുതായി ചിരിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് നല്ല രീതിയിൽ വിജയിച്ചില്ലെന്ന് അവൾക്ക് തന്നെ തോന്നി. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് ശിവ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. രണ്ട് കണ്ണുകളും ഒന്ന് ചിമ്മി അടച്ചു. ശിവ മുകളിലേക്ക് കയറിപ്പോയിട്ടും നച്ചു അങ്ങോട്ട് തന്നെ മിഴി ചിമ്മാതെ നോക്കി നിൽക്കുന്നത് കണ്ട് അജു അവളുടെ കാലിൽ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. മതി നോക്കിയത്, അവൻ പോയിട്ട് കുറെ സമയമായി. അവൾക്ക് തന്നെ ആകെ ചമ്മലായി അജുവിനെ നോക്കാൻ. ഞാൻ വേറെ എന്തോ ആലോചിച്ചതാണ്, അല്ലാതെ അവനെ നോക്കിയതൊന്നുമല്ല. അതെനിക്ക് നിന്റെ മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലോ. ഡി, പെട്ടെന്നൊരു ദിവസം അവനോടുള്ള വെറുപ്പും ദേഷ്യവും മാറ്റി പെരുമാറൊന്നും നിന്നെ കൊണ്ടല്ല, ആരെ കൊണ്ടും പറ്റില്ല. സോ മെല്ലെ എല്ലാം ശരിയാകും. ശേ, എന്നെ ഒരു വായി നോക്കിയാണെന്ന് ആ പെണ്ണ് വിചാരിച്ചു കാണും. എന്തോ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കണ്ടപ്പോ നോക്കി നിന്ന് പോയി. എന്നാലും അവൾ എന്തിനായിരിക്കും എന്നെ തന്നെ നോക്കിയത്? എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും അവളെ കാണുമ്പോ അറിയാതെ നോക്കാൻ തോന്നും. വേറെ ആരെയും കാണുമ്പോ ഇങ്ങനെ തോന്നുന്നുമില്ലല്ലോ. ഇനി അവളോട് എനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയോ? വേണ്ട, ഞാൻ കാണാൻ ഒരുപാട് സങ്കടം അനുഭവിച്ച എന്റെ പെണ്ണ് മാത്രം മതി എനിക്ക്. എപ്പോഴാണാവോ അവളെ ഒന്ന് കാണാൻ എനിക്ക് പറ്റുന്നത്? ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. വേഗം ഓഫീസിലേക്ക് തന്നെ പോകുന്നതാ നല്ലത്. അജുവും നജുവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുത്തശ്ശനും നന്ദനും വീട്ടിലേക്ക് വന്നത്. പപ്പ, പണിയൊക്കെ തീർന്നോ? എല്ലാം കഴിഞ്ഞു മോളെ. ഇനി തിരുമേനി നാളെ വന്നിട്ട് വേണം നല്ലൊരു ദിവസം നോക്കാൻ. അതും കൂടി കഴിഞ്ഞ പിന്നെ നമുക്ക് തിരിച്ചു പോകാം അല്ലേ? മോൾക്കിവിടെ മടുത്തോ? അങ്ങനെയൊന്നുമില്ല, എങ്കിലും അവിടെയാണ് എനിക്ക് ഇവിടത്തേക്കാൾ ഇഷ്ടം. ഇത്രയും ഡേയ്സ് ഇവിടെ നിന്നപ്പോ മോൾക്ക് ഇവിടെ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഇവിടെ തന്നെ മാരേജ് കഴിപ്പിച്ച നച്ചു ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. എത്രയും പെട്ടെന്ന് എല്ലാം തീർത്ത് തിരിച്ചു പോകണം. തിരുമേനി പറഞ്ഞതുപോലെ ആണെങ്കിൽ ശിവയും നച്ചുവും വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞാൽ പുനർജന്മത്തിന്റെ ഓർമ്മകൾ അവർക്കുണ്ടാകും എന്നല്ലേ പറഞ്ഞത്? മോൾക്ക് ശിവയെ ഇഷ്ടമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തനിക്ക് തന്നെ ആയിരിക്കും എന്ന് കരുതി പുനർജന്മത്തിന്റെ ഇവിടെയുള്ളവരുടെയും വാക്കുകളുടെയും പുറത്ത് അവൾ അവനെ ഇഷ്ടപ്പെടുന്നതിനോട് തനിക്ക് ഒരിക്കലും യോജിക്കാനാവില്ല. ഇഷ്ടവും പ്രണയവും ഒക്കെ ഒരാൾക്ക് മറ്റൊരാളോട് മനസ്സിൽ തോന്നേണ്ട കാര്യമല്ലേ? അതൊന്നും മറ്റൊന്നിന്റെയും പ്രേരണ കൊണ്ടാവരുത്. ഇവർ രണ്ടാളും ഒന്നിക്കണം എന്നാണ് വിധിയെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് നടക്കും. ഇവിടെ അച്ഛനൊക്കെ എന്തായാലും ഈ ബന്ധത്തോട് നല്ല താല്പര്യം കാണും. അതിന്റെ പേരിൽ എല്ലാവരും കൂടെ മോളെ നിർബന്ധിച്ചാൽ അവൾക്ക് പിന്നെ എല്ലാവരോടും പഴയതുപോലെ വീണ്ടും ദേഷ്യാവുകയും ചെയ്യും.